മഞ്ചേ ഒരു ചായ എടുത്തോ. കൂടെ കണ്ണെടുക്ക്, കണ്ണ് പഠിക്കുന്നില്ല. തുടങ്ങി ചായ ചായ പറഞ്ഞിട്ട്. ആ ഇപ്പൊ കൊണ്ടുവരാം. അവിടെ ഇങ്ങനെ വെറുതെ പേപ്പർ പഠിച്ചുകൊണ്ടിരിക്കും ഒരു 2-3 മണിക്കൂർ. എന്നിട്ട് വഞ്ചേ ചായ പറഞ്ഞിട്ട് പറയും. കണ്ണടി എവിടെ കൊണ്ട് വെച്ചാണോ? ഞാൻ അവിടെയൊക്കെ തെരഞ്ഞു കാണുന്നില്ല. ഇതാ ചായ. കണ്ണടി ഒന്നും കാണുന്നില്ല അവിടെ. കണ്ണട കാണില്ല, അവിടെ തന്നെ രാത്രി അയച്ചു വെച്ചല്ലേ, അതവിടെ പോയ. നിങ്ങൾ എപ്പോഴും ടേബിളിന്റെ മേലല്ലേ വെക്കുന്നത്, അവിടെ കാണുന്നില്ല. നിങ്ങൾ ചായ കുടിച്ചു നോക്കി, ഇവിടെ വെക്കുന്നുണ്ട്. ഞാൻ രാത്രി വെച്ചതാണ്, അത് എവിടെ വെച്ചതൊരു ഓർമ്മയില്ല. അത് പോട്ടെ, ഇപ്പം കടയില്ലോ. മഞ്ചേ കോഴിക്കോട് ഡോക്ടറിനെ പോയിട്ട് കള്ളം കണ്ടില്ലേ, അതിന് പിടിച്ചുട്ടാ. വല്ല പണിക്കും വെക്കൂടെ? ഈ നാട്ടുകാരുടെ വീട്ടിലാണ് കക്കാൻ വേണ്ടി നടക്കുന്നത്. സുഖേട്ടാ, നിങ്ങൾ ഒന്ന് ഇങ്ങോട്ട് വരെ, ഒരു തേങ്ങ വിളിച്ചു തരും. അമ്മോ, ഈ തേങ്ങ വല്ലാത്തൊരു പണി കേട്ടോ. അത് പൊളിച്ചിട്ടും കിട്ടുന്നില്ല. മഞ്ചേ ഇതൊക്കെ നിനക്ക് ചെയ്തൂടെ? ആ, അത് ഉണക്ക തേങ്ങയല്ലേ സുഖേട്ടാ, അതാണ് അല്പം ബുദ്ധിമുട്ട്. നിങ്ങൾ വേഗം പൊളിച്ച് കൊണ്ടുവന്നേ, ചട്നി അരക്കാനുള്ളതാ. നിങ്ങൾ അങ്ങനെ എന്നെ പണിയെടുപ്പിച്ച് പേപ്പർ വെച്ച് സുഖിച്ചിരിക്കണ്ട. ഇന്ന് മഞ്ചേ പൊളിച്ചു. ഓ, ഇത്രയും കഷ്ടപ്പെട്ട് തേങ്ങ പൊളിക്കാത്രേ, അത് പൊട്ടിക്കാനാണ് ഇത്രയും പണി? ഒരു കാര്യം ചെയ്യും, അത് പൊട്ടിച്ചിട്ട് അതിൽ വെള്ളം അങ്ങ് കൊടുക്കും. അപ്പൊ തേങ്ങ പൊളിച്ച ക്ഷീണം അങ്ങ് മാറിക്കോളും. ഇതാ ഗ്ലാസ്. ഇവിടെ ആള് കൊള്ളാലോ. ആഹാ, ഇന്ന് വേഗം ചട്നി ഉണ്ടാക്കാൻ എനിക്ക് വിശക്കണം. ഞാൻ കഴിക്കാൻ ഉണ്ടാക്കാം. ഒന്ന് തേങ്ങ ചോട്ടി തരും. ഞാൻ ചുരണ്ടി കഴിക്കാനുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സമയമാകും. വല്ലാത്തൊരു പണി തന്നിരിക്കുന്നു. കുറച്ച് കൂടുതൽ ചൊരണ്ടിക്കൊള്ളിട്ടാ, കറിക്കും കൂടെ. ഒന്നും മിണ്ടാതിരുന്നവളെ, എനിക്ക് ചൊരണ്ടിട്ട് കിട്ടില്ല. അത് ചട്നിക്ക് ചൊരണ്ടി തരാം. ഇരുന്ന് കഴിക്കാൻ നല്ല സുഖമല്ലേ? നിങ്ങളെയാണ് വെറുതെ ഇവിടെ ഞാൻ തീരുമാനിച്ചില്ല. പണി ഇനിയും തരുന്നുണ്ട്. പണി വല്ലാത്തൊരു പണി. ഇനി എന്റെ അടുത്ത് ഒരു പണി പറയണ്ടേ, ഞാൻ ചെയ്തു തരില്ലേ. അതിനിപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു തേങ്ങ എടുത്ത് പൊളിച്ചു, ഒരു അല്പം ചട്നി അരച്ചു. ഇതാണ് ഇപ്പൊ വലിയ പണി. ചട്നി ഒരു പണിയില്ല എന്നുള്ളൊരു പേര് മാത്രം. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പണിയാ. അതെന്താ ആരെങ്കിലും അറിയുന്നത്? ഇതും കൂടി കലക്കുകയാണെങ്കിലോ പണി കഴിയും. എത്ര ഇവിടെ അലക്കിയാലും കഴിയില്ല. എത്ര പണിയാ ഒരു വീട്ടിൽ കിടക്കുന്നത്? എന്താ? ഓ, കറന്റും പോയോ? ഇന്ന് എത്ര പ്രാവശ്യം ഇങ്ങനെ കറന്റ് പോകുന്നു? കിടക്കട്ടെ. നല്ല മീൻ കൊണ്ടുണ്ട്, പൊരിക്കാൻ പറ്റിയ മീനാ. നിങ്ങൾ മീൻ വാങ്ങിക്കാൻ പോയതാ? ആ ശരി, എന്നാ അകത്തോണ്ട് വെക്കും, ഞാനിപ്പോ വരാം. നല്ല ആളാ. ഇവിടെ ഒന്ന് മൊബൈൽ നോക്കിയിരിക്കുക. അയ്യോ, ഇനി എന്നെ വിളിക്കണ്ടേ, എനിക്ക് പണിയെടുക്കാൻ കഴിയില്ല. അത് നിങ്ങളോട് പണിയെടുക്കാൻ ആര് പറഞ്ഞ്? ഉച്ചക്ക് മീൻ കറി ഉണ്ടാക്കണോ? ആ, വേഗം ഉണ്ടാക്കുക, അതിലാണ് ഞാൻ വാങ്ങിട്ട് വന്ന്. അന്നൊരു കാര്യം ചെയ്യും, ആ മീനൊന്ന് മുറിച്ചു തരി. എന്റെ കൈ നല്ല വേദന ഇവിടെ, എനിക്ക് അത്രയും പിടിച്ച് മീൻ മുറിക്കാൻ കഴിയില്ല. നിന്റെ അടുത്തല്ല ഞാൻ പറഞ്ഞു എനിക്ക് പണിയെടുക്കാൻ പറ്റില്ലെന്ന്. എനിക്ക് കഴിയില്ല. ആ, എന്നാ പിന്നെ അച്ചാറോ തൈരോ കൂട്ടി കഴിക്കാം. മീന് ഫ്രിഡ്ജിൽ ഇരുന്നോട്ടെ. ഇവിടെ എങ്ങനെ പെട്ടാൽ പറ്റില്ല, ഇവൾക്ക് നല്ലൊരു പണി കൊടുക്കണം.
മഞ്ചേ ഇതാ ഞാൻ എവിടെയും ഇത്രയും പെട്ടെന്ന് മീനെ മുറിച്ചു കഴിഞ്ഞോ? ചേച്ചിന്റെ മോനെ കല്യാണം കേട്ട കുറച്ചല്ലേ ആയിട്ടുള്ളൂ. ആയിട്ടുള്ള പെണ്ണും ചെക്കനെയും കൂടി അച്ഛനും വേണ്ട അമ്മയും വേണ്ട ഒരു പോക്ക് പോയല്ലോ. അത് പെണ്ണ് ചെക്കനെ കൂട്ടി പോയതൊന്നുമല്ല. അവിടെ താമസിക്കുന്ന സൗകര്യം പോരാണ്ട് ഒരു മാറി താമസിക്കുക. ആ കുട്ടിന്റെ കല്യാണത്തിന് ഞാൻ പോയതാ. അത് ചെറിയൊരു പോലെയാ. അപ്പൊ ഇത്രയും വലിയൊരു വീട് ചേച്ചി കെട്ടിയിട്ട് അത് സൗകര്യം പോരാന്നാ. അതിപ്പോ ചില കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ അച്ഛനും വേണ്ട അമ്മയും വേണ്ട കുടുംബവും വേണ്ട പെങ്ങന്മാരും വേണ്ട, അവര് തനിച്ച് മാറി താമസിക്കുക. അത് പാവം മാത്രമൊന്നുമല്ല, ചില കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. അതിനിപ്പോ നിങ്ങളെന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് നിൽക്കുക. ചുറ്റും ആൾക്കാരില്ലേ, അത് നിങ്ങൾ നോക്കിക്കൂടെ? എന്തെങ്കിലും കുടുംബത്തിലെ കാര്യം ഉണ്ടെങ്കിലേ അകത്ത് വിളിച്ച് പറയും. അല്ലാണ്ട് പുറത്തുനിന്ന് വരതേ നിന്റെ ചേച്ചിന്റെ മോനെ കല്യാണം കഴിഞ്ഞ് പെണ്ണു ചെക്കനെയും കൂട്ടി പോയിന്ന് പറയല്ല. പാവോ ചേച്ചി, എന്തുമാത്രം പ്രതീക്ഷയോടെ ചെക്കനെ വളർത്തിയറിയോ? അവസാനം നല്ലൊരു പണി കൊടുത്തിട്ട് പോയി. ഇങ്ങനത്തെ ഒരു കുടുംബമാ. വന്നു കയറിയ പെണ്ണിന്റെ കുടുംബം രൂപമില്ലാണ്ട. ആ നല്ല കുടുംബത്തിലെ പെണ്ണാണെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ വന്നെത്തുമ്പോഴേക്കും അച്ഛനും വേണ്ട അമ്മയും വേണ്ട പെങ്ങന്മാരും വേണ്ട, ഏട്ടാ നമുക്ക് മാറി താമസിക്കാന്ന് പറഞ്ഞിട്ട് പറയുമോ? അവൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പൈസയുണ്ട്, അത് അവൾ കണ്ട് മനസ്സിലാക്കി. അപ്പൊ അവള് പറഞ്ഞു നമുക്ക് വലിയ ഇതിനേക്കാളും വലിയ വീടെടുത്തിട്ട് മാറാന്ന്. അപ്പൊ അവൻ പറഞ്ഞു എന്നാ ശരിയെന്ന്. അങ്ങനെ പോയതാ. അല്ല നിങ്ങളെന്താ എന്റെ കുടുംബത്തിന് കുറ്റം പറയാൻ വേണ്ടി മെനക്കെട്ടിരിക്കുക? നിങ്ങളുടെ മീനോട് വെച്ചിട്ട് ഞാൻ മുറിച്ചോളാം.